നമസ്കാരം. ജനാധിപത്യത്തെ പുച്ഛിച്ചവർക്ക് അവഹേളിച്ചവർക്ക് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു ഗുജറാത്തിൽ കണ്ടത്. അഹമ്മദ് പട്ടേലിന്റെ വിജയം. ശക്തമായ പ്രതികാരം, ഒരുപക്ഷെ മധുരമായ പ്രതികാരം തന്നെയായിരുന്നു അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനും അവിടെ ഈ വിജയം ഭാവിയിൽ വളരെ ഉത്തേജകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോണ്ടെത്തിക്കും. വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഉയരുന്നത്. പ്രസക്തമായ ചോദ്യങ്ങൾ കൂടി ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുകയാണ്. ബിജെപിയുടെ അധികാരമോഹത്തിനും ഹുങ്കിനും ജീർണിച്ച രാഷ്ട്രീയ നിലപാടുകൾക്കുമേറ്റ തിരിച്ചടിയോ അഹമ്മദ് പട്ടേലിന്റെ വിജയം? കോടികൾ വാരിയെറിഞ്ഞ് കുതിരക്കച്ചവടം നടത്തുമ്പോൾ കളങ്കപ്പെടുന്നത് മഹത്തായ ജനാധിപത്യ പാരമ്പര്യമോ? മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിലെ തോൽവിയുടെ ആഴവും കോൺഗ്രസിന്റെ ആത്മവിശ്വാസവും. അധികാര സംരക്ഷണത്തിനായി കുതിരക്കച്ചവടവും അഴിമതിയും, അധികാരത്തണലിൽ സ്ത്രീയെ വേട്ടയാടലും സംഘപരിവാർ മുഖമുദ്രയോ? കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പൊതുസമൂഹവും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ട ജാഗ്രത. ചർച്ചയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഒപ്പം അനിരാജ സി.പി.ഐ. നേതാവ് ദില്ലിയിൽ നിന്ന് ചേരും. മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ കൂടി തത്സമയം ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് വരുമ്പോൾ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയയിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ ഷാജൻ സ്കറിയ, അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരുപക്ഷെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മഹത്തരമാണ് ഇന്ത്യൻ ജനാധിപത്യം. ആ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ച് അധികാരം നേടാനുള്ള വ്യഗ്രതകൾ, അവിടെ കുതിരക്കച്ചവടം, പണാധിപത്യം, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് സമയം നമ്മൾ അവിടെ ഗുജറാത്തിൽ കണ്ടത്. അതിനൊരു ഉത്തരം ഇന്നുണ്ടായിരിക്കുന്നു. ആ ഉത്തരത്തെ, ആ ഒരു നിലപാടിനെ അല്ലെങ്കിൽ ഇന്നത്തെ സംഭവത്തെ താങ്കൾ ഏത് ദിശയിലൂടെയാണ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുതിരക്കച്ചവടവും ജനാധിപത്യത്തിലെ കുതിരക്കച്ചവടം ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ നമുക്ക് എക്കാലത്തും ഈ കുതിരക്കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരികയും പിൽക്കാലത്ത് ആ നിയമത്തിൻ്റെ തന്നെ പഴുതുകൾ അടയ്ക്കാനായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. എന്നിട്ട് അത്തരം പ്രിക്വേഷൻസ് എടുത്തിട്ടുകൂടി ഈ കുതിരക്കച്ചവടവും പണമിടപാടുകളും പുതിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഗുജറാത്തിൽ നടന്ന സംഭവങ്ങൾ. പിന്നെ അത് ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിക്ക് നമ്മൾ ഈ കൂറുമാറ്റ നിരോധന നിയമം ഉള്ളതുകൊണ്ട് പലപ്പോഴും ഒരാൾക്കും ഒരു രാഷ്ട്രീയ, ഇപ്പം പി.സി. ജോർജിനെയും കയമാണിക്കെതിരെ പുറകെ നടന്ന് ബഹളം വെച്ച് നടന്നപ്പോൾ പോലും ജോർജ് കൂറുമാറ്റ നിരോധന നിയമം വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അമിതമായ ആത്മവിശ്വാസം അമിത്ഷായുടെ ഭാഗത്തുണ്ടായതിൻ്റെയുള്ള ഒരു പ്രതിഫലനമാണ്. കാരണം അതായത് മധുരമായ ഒരു മറുപടി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് തകർച്ചയുടെ തുടക്കം, അതായത് ഫാസിസത്തിനെതിരായ ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് ദീപക് ബാബറി അടക്കം അഹമ്മദ് പട്ടേൽ അടക്കം ഇന്ന് വൈകിട്ടോടുകൂടി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സാധാരണ നിലയിൽ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പായി മാത്രമല്ലെങ്കിൽ മാറുമായിരുന്ന ഈ ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പിനെ വലിയ വിശേഷാർത്ഥത്തിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പട്ടേലിൻ്റെ വിജയത്തെ കോൺഗ്രസ് എത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടിയാണ് എടുക്കുന്നത്? മാത്രവുമല്ല, ഇതിനെ ഏത് കോണുകളിലൂടെ കാണാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത്? അല്ല, കോൺഗ്രസ്സിന് ഗുജറാത്തിൽ ഒരു രാജ്യസഭാ മെമ്പറെ ജയിപ്പിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭൂരിപക്ഷം ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ അട്ടിമറിക്കാൻ അധികാരവും ഭരണവും പണവും ഉപയോഗിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ എം.എൽ.എമാരെ കർണാടകത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ എം.എൽ.എമാർ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ അങ്ങനെ അന്തം വിട്ടൊരു പ്രതിയായി അമിത്ഷാ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അഹമ്മദ് പട്ടേലിനോട് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട്. കാരണം 2 വർഷക്കാലം ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഭരണമുണ്ടാക്കിയ കുഴപ്പങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീ അഹമ്മദ് പട്ടേലാണ് നിയമപരമായി അദ്ദേഹത്തെ 2 വർഷം ജയിലിനകത്ത് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഫലമാണ്. ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. ഈ അമിത്ഷാ ചെയ്ത
സകല കർമ്മങ്ങളുടെയും ഫലമാണ് അദ്ദേഹം അനുഭവിച്ചത്. പക്ഷേ അത് അഹമ്മദ് പട്ടേൽ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ഒരു ആഭ്യന്തരമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് വഴി അദ്ദേഹത്തിന് ഒരു തിരിച്ചടി കിട്ടി. അതെല്ലാം അഹമ്മദ് പട്ടേൽ ചെയ്തു എന്നുള്ള ധാരണയിൽ മാത്രമല്ല, ഞാൻ രാജ്യസഭയിൽ ചെല്ലുമ്പോൾ അവിടെ അഹമ്മദ് പട്ടേൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ധാരണ. ഇത് പണ്ട് 1978 കോൺഗ്രസ് ഇന്ത്യയിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇന്ദിരാഗാന്ധി മേടക്കിൽ ജയിച്ചു, അതേസമയം ചിക്കമാംഗ്ലൂരിൽ ജയിച്ചു. ഇന്ത്യയിലെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിച്ച് അവർ ജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നപ്പോൾ മൊറാർജി ദേശായി പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾ കേട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനകീയമായ ഒരു ഗവൺമെൻറ്റാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്. ആ ജനാധിപത്യ മൂല്യങ്ങളെ പോലും മാനിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും മാറിയിരിക്കുന്നു. തേരോട്ടത്തിന് കിട്ടിയ ഒരു അതാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഇന്ത്യയിൽ ഒരു കീഴ്വഴക്കം. ഇപ്പോൾ ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് ആണ് അവിടുത്തെ ഒന്നാമത്തെ പാർട്ടി. ഗവർണർ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ പാർട്ടിയെ വിളിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. പറ്റത്തില്ലെന്ന് കണ്ടാൽ ഞങ്ങളൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കില്ലെന്ന് ഒന്നാമത്തെ ഏറ്റവും വലിയ കക്ഷി പറഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിയെ വിളിക്കാം. അതാണ് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ അവിടെ ജയിച്ചത് കോൺഗ്രസ്, ഗവൺമെൻറ് ഉണ്ടാക്കിയത് BJP. അതുപോലെ മണിപ്പൂരിൽ ജയിച്ചത് കോൺഗ്രസ്, അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത് BJP. ഇപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ സ്ഥലത്ത് അദ്ദേഹം രാജിവെച്ചപ്പോൾ അവിടുത്തെ അസംബ്ലിയിലെ ഏറ്റവും വലിയ കക്ഷിയാണ് ഗവർണർ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കേണ്ടത്. പക്ഷേ ഒന്നാമത്തെ കക്ഷിയെ വിളിക്കാതെ രണ്ടാമത്തെ കക്ഷിയെ ഗവർണർ വിളിച്ചു. സഭയിൽ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ തെളിയിക്കേണ്ടത് വിളിച്ചു കഴിഞ്ഞിട്ട് അധികാരം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അത് രണ്ടാമത്തെ ആളിന് കൊടുക്കുന്ന ജനാധിപത്യത്തിന് ഒരു കീഴ്വഴക്കമല്ല. ഒന്നാമത്തെ ആളെ വിളിച്ച് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായില്ലെങ്കിൽ രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്ന് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം. ഇന്നലെ നമുക്കറിയാം ആഗസ്റ്റ് 8 ആഗസ്റ്റ് 8 എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കാർമ്മികത്വത്തിൽ ജവഹർലാൽ നെഹ്റു ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ ദിവസം തന്നെയാണ് ഗുജറാത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മനാട്ടിൽ ഈ അട്ടിമറിക്ക് അവർ തെരഞ്ഞെടുത്തത്. അപ്പോൾ ഇപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് മറ്റു പലരും ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന മുദ്രാവാക്യം ഉയർത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്. അതായത് പല സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചില ഉദാഹരണങ്ങൾ, അതായത് നഗ്നമായ പണാധിപത്യ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഹുങ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഗോവയിലടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ നഗ്നമായ ജനാധിപത്യ വ്യവസ്ഥയെ അല്ലെങ്കിൽ വ്യവസ്ഥകളെ ലംഘിക്കുന്നു എന്ന ബോധ്യം എന്തായാലും കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, എല്ലാ ദേശീയ മാധ്യമങ്ങളടക്കം. ഇന്നിപ്പോൾ തലകുനിക്കേണ്ടി വരികയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും. കാര്യങ്ങൾ നിങ്ങൾ ഏതർത്ഥത്തിലാണ് വിലയിരുത്തുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ? BJP എന്താണ് എൻ്റെ പ്രതീക്ഷ? ഈ പറയുന്നതിലോ അല്ല അർത്ഥമുണ്ടോ? താൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ആ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണോ ഇന്ത്യയിൽ കോൺഗ്രസ് തെറിച്ചുപോയത്? 18 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പുല്ലുപോലും പിടിക്കാൻ പറ്റാത്തത്, കേരളത്തിൽ കോൺഗ്രസ് തലകുനിച്ച് നിൽക്കുന്നത്, ഇതൊക്കെ സ്വന്തം കർമ്മം കൊണ്ടല്ലേ എന്ന് സ്വയം ചോദിക്കേണ്ട സമയമാണിപ്പോൾ. അതുകൊണ്ട് ഉണ്ണിത്താൻ ബഹുമാനായ എൻ്റെ സുഹൃത്ത് ഉണ്ണിത്താൻ, നിങ്ങളുടെ പ്രീസിഡൻസ് നോക്ക്. ഇന്ത്യയിൽ എത്രയോ പ്രാവശ്യം നിങ്ങൾ ചെയ്ത പല ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, കേന്ദ്രമന്ത്രിസഭയും നിരവധി സംസ്ഥാന ഗവൺമെന്റുകളാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇന്നത്തെ സംഭവത്തെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്? അതിനുള്ള മറുപടി ഇന്നത്തെ അല്ല, പഴയതല്ല, നമുക്ക് പ്രസന്റ് ചർച്ച നിങ്ങളുടെ സ്വസിദ്ധമായ ശൈലിയിലേക്ക് കൊണ്ടുപോകരുത്. അതായത് അല്ല, പഴയതാണല്ലോ. നിങ്ങള് അല്ല, പ്രതീക്ഷ ഇടയിൽ കയറി സംസാരിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യത്തിനൊക്കെ വരാം. അതുകൊണ്ട് പഴയ കാലം ഒന്നും ഓർമ്മിപ്പിക്കേണ്ട. പഴയ കാലം ഓർമ്മിപ്പിച്ചാൽ ഉണ്ണിത്താനെ എനിക്ക് പലതും പറയേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെന്ന്. എന്ത് വിജയമാണ് ഗുജറാത്തിൽ നേടിയത്? സത്യസന്ധമായി പറഞ്ഞാൽ അഹമ്മദ് പട്ടേൽ തോക്കല്ലേ ചെയ്തേ? 2 കോൺഗ്രസ് MLA-മാർ അവർ ചെയ്ത വോട്ട് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവരത് പുറത്തേക്ക് കാണിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ജയിച്ചത്? അതല്ലെങ്കിൽ നിങ്ങൾ തോക്കൂലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏത് കുതിരക്കച്ചവടം നടത്തിയിട്ടാണ് നിങ്ങൾ BJP-യുടെ ഒരു വോട്ട് മേടിച്ചത്? അത് ജനാധിപത്യമാണ്.
ബിജെപിയുടെ പടയിളക്കമായിരുന്നല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ, എല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെ ഇടയിൽ ഇങ്ങനെ ചോദിക്കല്ല പ്രജീഷേ. നിങ്ങൾ ലാലിനെ പോലെ അല്ലല്ലോ, ഒരു സാവധാനം കാണിക്കേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ പൊളിറ്റിക്കലി അഹമ്മദ് പട്ടേൽ തോക്കുകയാണ് ചെയ്തത്, ടെക്നിക്കലി അഹമ്മദ് പട്ടേൽ ജയിക്കുകയാണ് ചെയ്തത്. അഹമ്മദ് പട്ടേൽ തോക്കുകയും ജയിക്കുകയും ചെയ്തു, അതൊരു വിഷയമേ അല്ല. 121 വോട്ട് MLA-മാരുള്ള BJPക്ക് 130 വോട്ട് കിട്ടിയത് എന്താ കുറവാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലായിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. 2 കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തത് തെറ്റിപ്പോയി. വോട്ട് ചെയ്തത് ശരിയാ, പക്ഷെ അവര് ചെയ്യേണ്ട ചട്ടലംഘനം നടത്തി എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 2 വോട്ട് അസാധുവാക്കിയപ്പോഴേ ജയിച്ചത്. ഇതിനെ എന്ത് ബഹളം വെക്കാനാ? ഇതിന് ഈ കാണുന്ന നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അമിത്ഷാ തോറ്റുപോയെന്നോ, BJP തകർന്നോ? ഇതെന്താ തെരഞ്ഞെടുപ്പ്? അതുപോലെ കുറച്ചുകൂടി കാര്യങ്ങൾ ദില്ലിയിൽ നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ സമീപ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഞങ്ങളെക്കാളൊക്കെ പെട്ടെന്ന് അറിയാവുന്ന, പൾസ് അറിയാവുന്ന വ്യക്തിയാണ്. ഇതിനൊരു സാധാരണഗതിയിൽ നടക്കുമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പിന് ആരാണ് ഇത്രത്തോളം അമിത പ്രാധാന്യം നൽകിയത്? ഏത് രീതിയിലാണ് ചാർത്തിയത്? കേന്ദ്രമന്ത്രിമാരുടെ പടയായിരുന്നു ഒരു പക്ഷേ അവിടേക്ക് അണിനിരുന്നത്. നേരത്തെ ഉണ്ണിത്താനൊക്കെ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിനപ്പുറത്തേക്ക്, കാരണം സോണിയാഗാന്ധിയുടെ പ്രതിനിധി നിഴലുമായി ഏറ്റുമുട്ടുന്നു. അതിന് അദ്ദേഹം പല സാഹചര്യങ്ങളിൽ റിവെഞ്ച് പോലും ഒരു പക്ഷേ അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ നമുക്ക് വിശ്വസത്തിലെടുക്കാവുന്ന കാര്യമാണോ? ഇതൊന്നുമല്ല കാര്യം, ഒന്നും സംഭവിച്ചിട്ടില്ല ഗുജറാത്തിൽ. എങ്ങനെ മറുപടി നൽകുന്നു ആനിരാജ? പ്രജീഷ്, തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വെറും ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പായി ഇതിനെ കാണാം. ഒരു രാഷ്ട്രീയം, അതിനെ ഒരു രാഷ്ട്രീയമായി കാണാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ തികച്ചും വ്യക്തിപരമായി കാണുകയും, അതുമാത്രമല്ല ഒരു BJP ദേശീയ അധ്യക്ഷന്റെ മുഷ്ക് ഇവിടെ വിജയിക്കണം എന്നുള്ളതിന് വേണ്ടി കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും BJP ആഗ്രഹിച്ചത്, പ്രത്യേകിച്ച് അമിത്ഷായും ശ്രീ നരേന്ദ്രമോദിയും ആഗ്രഹിച്ചത്, ശ്രീ അഹമ്മദ് പട്ടേലിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ അങ്ങ് എന്താണ് പറയാ അടിച്ച് തരിപ്പണമാക്കുക എന്നുള്ളതിന് തുല്യമാകുന്ന ഒന്നായിരിക്കും അഹമ്മദ് പട്ടേലിനെ പരാജയപ്പെടുത്തുന്നതിലൂടെ കൈവരിക്കാൻ സാധിക്കുക എന്നുള്ള ദിവാസ്വപ്നം കണ്ടു നടന്ന അമിത്ഷായ്ക്ക് പറ്റിയ ഒരു വലിയ തിരിച്ചടിയാണ്. ആ ഒരു വ്യക്തിപരമായ ഒരു റിവെഞ്ച് എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ആ വ്യക്തിപരമായ ഒരു പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ച ആ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിലൂടെ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. ആ പരാജയം അഹങ്കാരത്തിനേറ്റ ഒരു പരാജയം എന്നാണ് ഞാൻ അതിനെ സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോഴും ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഈ ഗുജറാത്തിൽ തന്നെ, അതായത് മോഡിയുടെ ഗുജറാത്തിൽ മോഡി മുഖ്യമന്ത്രിയായി പലതവണ മത്സരിച്ച് ജയിക്കുമ്പോഴും ആ മത്സരിച്ച് ജയിക്കുന്നതിനൊക്കെ ഒരു സഹായകരമായി നിന്നിട്ടുള്ളത് ഗുജറാത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പലപ്പോഴും അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങൾക്കൊത്ത് ഒന്നും ഉയരാതെ BJPയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് പല കോൺഗ്രസ് നേതാക്കളും ഗുജറാത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു വിമർശനമാണ്, പക്ഷെ അത് തിരിച്ചറിയാനുള്ള സാഹചര്യവും ഉത്തേജകത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രതലവും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ആനിരാജയുടെ വിമർശനത്തിലേക്ക് വരും മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ ഒന്നുമേ സംഭവിച്ചിട്ടില്ല. കാരണം തേരോട്ടമായിരുന്നു UP-യിലടക്കം, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ 18ഓളം സംസ്ഥാനങ്ങളിലെ ഘടകകക്ഷിയടക്കം കൈക്കലാക്കിയുള്ള ഭരണം, അല്ലെങ്കിൽ ആ ഒരു തേരോട്ടം അത് തുടരുകയാണ്. ഇത് കേവലം ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ, ഒരു സാങ്കേതികമായി സംഭവിച്ച ഒരു പിഴവ് മാത്രമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൽ കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവകാശപ്പെടാൻ ഒന്നുമേ ഇല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, BJP എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവ് ഈ ചർച്ചയിൽ വന്നിരുന്ന് വളരെ ബാലിശമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. 2 വോട്ട് ചെയ്ത ആളുകൾ വോട്ട് പൊക്കി കാണിച്ചു എന്ന്. അപ്പോൾ ഈ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്ന ഒന്നും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ MLA വോട്ട് പൊക്കി അമിത്ഷായെ കാണിച്ചെന്തിനാ, സ്മൃതി ഇറാനിയെ കാണിച്ചെന്തിനാ? നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എത്രയോ വർഷക്കാലമായി രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. 2ഓ 3ഓ സീറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ആർക്കാണോ ആ വോട്ടിൻ്റെ ഒരു കൗണ്ട് ഉണ്ടല്ലോ.
ഇവിടെ ഇപ്പോൾ 45 വോട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ജയിക്കാം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ അഹമ്മദ് പട്ടേൽ അവിടെ എം പി ആകും, സ്മൃതി ഇറാനി എം പി ആവും, അതുപോലെ പിന്നെ അമിത്ഷാ എം പി ആവും. മൂന്നാമത്തെ ഒരാളെ വിജയിപ്പിക്കാൻ ഒരിക്കലും അവിടെ നടക്കില്ല. വിജയിക്കണമെങ്കിൽ കുതിരക്കച്ചവടത്തിന്റെ അതാ ഞാൻ പറഞ്ഞത്. ആ കുതിരക്കച്ചവടത്തിലേക്ക് വന്നാൽ നിങ്ങളാണ് നടത്തിയത് കുതിരക്കച്ചവടം. അതാ ഞാൻ പറഞ്ഞത് അവിടെ ആരാണ് കുതിരക്കച്ചവടം നടത്തിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയേണ്ട കാര്യമില്ല, ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മളിപ്പോൾ ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴപ്പം ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ വന്നിരുന്ന് കള്ളം പറയുന്നു, ഗോപാലകൃഷ്ണനാണോ കള്ളം പറയുന്നുള്ളൂ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെയൊക്കെ അറിയാമല്ലോ. അവിടെ കോൺഗ്രസിനോടൊപ്പം നിന്ന ആളുകളെ കൂറുമാറ്റി മറ്റൊരു ചേരിയിലേക്ക് കൊണ്ടുപോയ ആരാണ്? ഞങ്ങൾ BJP ആരെങ്കിലും കൂറുമാറ്റി 5-10 MLA കൊണ്ടുവന്നോ? ഇല്ലല്ലോ. അപ്പോ വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു നാടകമാണ് കഴിഞ്ഞ കുറെ കാലമായി ഗുജറാത്തിൽ നടക്കുന്നത്. ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഹീനമായ ഒരു രാഷ്ട്രീയ നാടകം നടന്നിട്ടില്ല. നടന്നെന്ന് പറയാമോ എന്തെങ്കിലും ഒരിക്കൽ? ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ള MLA-മാരാണ് രാജ്യസഭയിൽ. MLA-മാരെ പിടിക്കാൻ പ്രതികരണം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. എൻ്റെ പ്രതീക്ഷ, എനിക്ക് ചിരി വരിക രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. BJP-യുടെ ഒരു വോട്ടിലാണ് അഹമ്മദ് പട്ടേൽ ജയിച്ചത്, ഒന്ന്. രണ്ടാമത്തെ, അപ്പൊ ആ BJP-യുടെ വോട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? ഈ അഹമ്മദ് പട്ടേൽ എത്ര രൂപയ്ക്ക് ഏത് കോടിക്ക് എത്ര കുതിരക്കച്ചവടത്തിനെ മേടിച്ചെന്ന് ആദ്യം പറ. രണ്ട്, ഈ വഗേല എന്ന് പറയുന്നത് BJP-യുടെ നേതാവായിരുന്നില്ലേ? വഗേല BJP-യുടെ നേതാവായിരുന്നു. ഇതേപോലെ കുതിരക്കച്ചവടം നടത്തി BJP-യിൽ നിന്ന് കൊണ്ടുപോയ ആളാണ് വഗേല. ആ വഗേലയും അഹമ്മദ് പട്ടേലും തമ്മിലുള്ള തർക്കമുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ജയിപ്പിക്കാനിരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. കോൺഗ്രസ് മുക്ത, കമ്മ്യൂണിസ്റ്റ് മുക്ത ഇന്ത്യയും കേരളവും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങൾ. അപ്പൊ കോൺഗ്രസ്സുകാരെ പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യില്ല അഹമ്മദ് പട്ടേലിന്. ഞങ്ങൾ എന്താ അഹമ്മദ് പട്ടേലിനെ ജയിപ്പിക്കാതിരിക്കുന്നവരാണോ? പിന്നെ ഏത് ഹീനപ്രവൃത്തിയും നടത്താം. അതെന്ത് മര്യാദയാണെന്ന് ചോദിക്കും. കാരണം ജനം കാണുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ കാര്യങ്ങളിൽ ഒരുപക്ഷെ പറയുമ്പോൾ പണ്ട് പുരാണത്തെ കാലഘട്ടങ്ങളിലെ കാര്യം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. കൃത്യമായ രീതിയിൽ അവിടെ സംഭവിച്ചു എന്താണ് എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ എല്ലാവർക്കും, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു നിലപാട്, അത് ടെക്നിക്കൽ എറർ എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ കൂടിയും കൃത്യമായ മുഖത്തേറ്റ അടി അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം. ആരുടെ മുഖത്താണ് അവിടെ അടിയേറ്റതെന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി പറയട്ടെ. അഹമ്മദ് പട്ടേൽ തോൽക്കേണ്ടതായിരുന്നില്ലേ? വിവരമില്ലാത്ത 2 MLA-മാർ, അവർ കോൺഗ്രസിൽ നിന്ന് വന്നതായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വിവരമില്ലാതായി പോയത്. എന്റെ കുഴപ്പമല്ല. വിവരമില്ലാത്ത 2 MLA-മാര് വോട്ട് കാണിക്കാൻ പാടില്ലായിരുന്നു, അവർ കാണിച്ചു. അതാണ് ഇപ്പൊ ടെക്നിക്കൽ ഗ്രൗണ്ട് ആയിട്ട് അസാധുവാക്കിയത്. അതല്ലെങ്കിൽ അഹമ്മദ് പട്ടേൽ ഇപ്പൊ വീട്ടിലിരുന്നേനെ. അതിനർത്ഥം എന്താ? അതിനർത്ഥം ടെക്നിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അഹമ്മദ് പട്ടേൽ തോറ്റുവെന്ന എന്താണ് ചോദിക്കാനുള്ളത് ശ്രീ ഗോപാലകൃഷ്ണൻ? അല്ല ഗോപാലകൃഷ്ണൻ ഒന്ന് ചോദിച്ചോട്ടെ. ആ 2 MLA-മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല, അവര് കോൺഗ്രസിലുള്ളതുകൊണ്ട്. അപ്പൊ BJP ഇങ്ങോട്ട് വന്ന ആളിനും വിവരമില്ലാത്ത അത് ഞാൻ പറയത്തില്ല. പക്ഷേ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും MLA-മാർക്ക് പേടിയാ ഇത് കാണിച്ചില്ലെങ്കിൽ. കാര്യം മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊന്ന പോലെ വോട്ട് ചെയ്തത് അവരെ കാണിച്ചില്ലെങ്കിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് ഇത് പൊക്കി കാണിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് വേറൊന്നുമല്ല. അല്ലെങ്കിൽ കൽബുർഗിയെ തട്ടിയ പോലെ അവരെ തട്ടുവോ? അല്ലെങ്കിൽ നരേന്ദ്ര ദബോൾക്കറെ തട്ടിയ പോലെ അവരെ തട്ടുവോ? അവര് പേടിച്ചിട്ടാണ് ഈ വോട്ട് ഈ അമിത്ഷായെ കാണിച്ചത്. കാണിച്ചില്ലെങ്കിൽ നാളെ ജീവൻ അപകടത്തിലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കാണിച്ചത്, അല്ലാതെ വിവരക്കേടല്ല കേട്ടോ. അങ്ങനെ ധരിക്കരുത്. ശ്രീ ഗോപാലകൃഷ്ണൻ തുറന്നോളൂ. ഗോപാലകൃഷ്ണൻ, അത് അല്ല, അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, വിവരമില്ലാത്ത കോൺഗ്രസിൽ നിന്ന് വന്ന 2 MLA-മാർ അത് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ആരാ ജയിക്കുമാ? ഒന്ന്. രണ്ട്, BJP-യിലെ ഒരു വോട്ട് മേടിച്ചിട്ടല്ലേ ഇപ്പൊ അഹമ്മദ് പട്ടേൽ ജയിച്ചത്. ആ BJP-ന്ന് മേടിക്കുന്ന വോട്ട് മേടിക്കുമ്പോ അത് കുതിരക്കച്ചവടമല്ല. BJP-യുടെ വോട്ട് അവർ മേടിച്ചപ്പോ കുതിരക്കച്ചവടമല്ല. കർണാടകയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചപ്പോ കുതിരക്കച്ചവടമല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. 1948 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തില് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളും കൂറുമാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും മുന്നണി മാറലും എല്ലാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടന്നത് കേരളത്തിലാണ്.
അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഒന്ന്. രണ്ട്, ബഹുമാന്യയായിട്ടുള്ള ആനി രാജ പറഞ്ഞു ഗാന്ധി കുടുംബം. ഏത് ഗാന്ധി കുടുംബമാണാവോ? ബഹുമാന്യയായിട്ടുള്ള ആനി രാജ പറഞ്ഞാൽ കൊള്ളാം. നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാം. ഏത് ഗാന്ധി കുടുംബം? നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു ഗാന്ധി കുടുംബമല്ല, മഹാത്മാഗാന്ധിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ അപമാനിക്കരുത് എന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. ഞാൻ മടങ്ങിയെത്താം. ഞാൻ അനിരാജിലേക്ക് കൃത്യമായി എത്താം. ശ്രീ ഷാജൻ സ്കറി, അതായത് ഇതൊരു ഓർമ്മപ്പെടുത്തലാകുന്നുണ്ടോ? കാരണം ഇനിയെങ്കിലും ഈ പറയുന്ന ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവ്, ദേശീയ ബദലിന് വേണ്ടിയൊക്കെ ശ്രമിക്കാൻ, അല്ലെങ്കിൽ മഹാസഖ്യത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പതനം തന്നെയാണോ എന്ന് BJPക്ക് അല്ലെങ്കിൽ അവിടെ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇനിയും ഇത് ഓർമ്മപ്പെടുത്തൽ പല രീതിയിലാണോ ഈ പറഞ്ഞ ഇന്നത്തെ ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്? ഇല്ല, ഞാൻ ഇത് ജനാധിപത്യത്തിന്റെ സംരക്ഷണം എന്ന നിലയിൽ ഞാൻ അതിനെ അനുകൂലിക്കുമ്പോഴും ഇതൊരു ആ അർത്ഥത്തിൽ ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഇതൊരു മഹത്തായ ഒരു സംഭവമായി സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല. അപ്പം നമ്മൾ പലപ്പോഴും മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൽ ഭയപ്പെട്ട് കഴിയാണ് പലരും. അപ്പോൾ ആ ഒരു പ്രഭാവം, അതുകൊണ്ടാണ് നമ്മൾ ബീഹാറിൽ ഒരു ബദൽ സർക്കാർ വന്നപ്പോൾ നമ്മൾ ഇതൊരു ബദൽ സംവിധാനം ഉണ്ടായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഹമ്മദ് പട്ടേൽ വിജയിച്ചപ്പോൾ ഉണ്ടായി നമ്മൾ പറയുന്നതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഈ മോദി പേടി കൊണ്ടാണ്. അപ്പം ഇത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ വിജയം എന്ന നിലയ്ക്ക് അപ്പുറം ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളിപ്പം ആലോചിക്കേണ്ടതുണ്ട്, മറ്റേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ, മറ്റേ ത്രിപുരയിലെ, ഇങ്ങനെ അല്ല ഈവൻ ഗുജറാത്തിലെ ഒക്കെ ഈ കോൺഗ്രസിൻ്റെ MLA-മാരെയും MP-മാരെയും ഒക്കെ റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു വസ്തു എന്നാന്ന് പക്ഷേ ശ്രീ ഷാജൻ സ്കറി, അതായത് അഹമ്മദ് കാരണം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അവിടെ ഒരു നേതാവിനെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള ഒരു നേതാവിനെ മുൻനിർത്തി അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇല്ല, അതായത് ഈ BJPയെ വെല്ലുവിളിക്കാം എന്നുള്ള ധൈര്യം അവിടെ ഉണ്ടായിരുന്ന അപ്പുറം അഹമ്മദ് പട്ടേൽ ഗുജറാത്തിലെ ഒരു വലിയ ജനകീയനായ ഒരു നേതാവൊന്നും അല്ല. ഞാൻ പറഞ്ഞ കോൺഗ്രസിലായിരുന്നപ്പോഴും സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കോൺഗ്രസ് കുടുംബവുമായിട്ടുള്ള ഒരാളുടെ വ്യക്തിബന്ധത്തിന്റെ പുറത്താണ് അഹമ്മദ് പട്ടേലാണ്. പക്ഷെ ഇപ്പോൾ അവർക്കൊരു വകേല പോയ സാഹചര്യത്തിൽ അവിടെ ഒരു നേതാവില്ലാത്ത നേതാവായി എന്നതിനപ്പുറം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് BJPയോടുള്ള ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ അമിത്ഷായും മോദിയും ഒരു വളരെ തന്ത്രജ്ഞരായ രാഷ്ട്രീയക്കാരാണ്. അവർ വളരെ തന്ത്രപരമായ ഒരുപാട് നേട്ടങ്ങൾ വരുത്തുന്നത്. അതിനിടയിൽ അവരുടെ തന്നെ ആ തന്ത്രത്തിനെ ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിൽ ഇങ്ങനെയൊരു വൃത്തികെട്ട ഉപജാപങ്ങൾ നടത്തുകയും നേതാക്കന്മാരെ ഒക്കെ ഇപ്പൊ ഇവരാദ്യം കുറെ പേരെ രാജിവെപ്പിച്ചു. ഈ രാജിവെപ്പൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ ഇലക്ഷനിലെ BJPയുടെ 3 സ്ഥാനാർത്ഥം ജയിക്കുമായിരുന്നു. അവർ അമിതമായി ആത്മവിശ്വാസം കാണിച്ച് ഞങ്ങളുടെ കയ്യിലാണ് രാഷ്ട്രീയം, ആനിരാജ്, അതായത് ആ ഹുങ്കാണ് ഇന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും കേന്ദ്രമന്ത്രിമാർ, നിയമമന്ത്രി പോലും പോവുകയാണ് അവിടേക്ക്. കാരണം ആ രീതിയിലൊക്കെ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം. നിയമമന്ത്രി നേരെ പോവുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തേക്ക് പോകുന്നു. ഈ രീതിയിലൊക്കെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഫാസിസം എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ നമുക്കെടുത്താൽ വ്യക്തമായൊരു ഹുങ്ക്, ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു സ്വരം, ഇതൊക്കെ അവസാന നിമിഷം വരെയും ഗുജറാത്തിൽ അവർ പ്രയോഗിച്ചുവോ? കാരണം ഒരു ടീമായിരുന്നു, കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെ അവിടേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല, സവിശേഷ സാഹചര്യമേ ഉണ്ടായിട്ടില്ല, ടെക്നിക്കൽ എറർ. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൃത്യമായ അവിടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഇല്ലേ ശ്രീമതി ആനിരാജ? ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം ഒരു മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ആ മഹാത്മാഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം. കാരണം ഞങ്ങൾ അറിയുന്ന, ഈ രാജ്യം അറിയുന്ന മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഞാൻ മുസ്ലിങ്ങളുടെ സെന്റിമെന്റിനോടൊപ്പവും പാകിസ്ഥാനിൽ നിൽക്കുമ്പോൾ ഞാൻ ഹിന്ദുവിന്റെ സെന്റിമെന്റിനോടൊപ്പവുമാണ്, അതാണ് എൻ്റെ സെക്യുലറിസം എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ധീരമായ പോരാട്ടം മുന്നിന്ന് നയിച്ച മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ പ്രതിമകൾ കവലതോറും പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന BJP-കാരനും RSS-കാരനും പറയുമ്പോൾ അത് ഈ മഹാത്മാഗാന്ധിയെ പറ്റി തന്നെയാണോ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത്? ഗാന്ധിയുടെ പേര് പറഞ്ഞതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നതെന്ന് ഒരു സംശയം എനിക്കുണ്ട്. അതും ചോദിക്കാൻ
ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അല്ലല്ല, നമുക്ക് ആ ഒരു ചോദ്യത്തിന് മറുപടി മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയുന്നത് അല്ലല്ല, മറുപടി ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയല്ലേ ബഹുമാനിയായ ആനിരാജ. നിങ്ങൾ ഗാന്ധിയുടെ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിയും കോൺഗ്രസും തമ്മിലുള്ള ഈ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിയുടെ കുടുംബം അല്ലാന്ന്. പിന്നെ നിങ്ങൾക്കെന്ത് നിങ്ങൾക്കെന്താ ഗാന്ധിജിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്കെന്ത് അവകാശം? നിങ്ങൾ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ അവഗണിച്ചവരല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബ്ലാക്ക് ഡേ പ്രഖ്യാപിച്ചവരല്ലേ? ഓഗസ്റ്റ് 15 വരാൻ പോവാ, അന്ന് കരിദിനം ആചരിച്ചവരല്ലേ നിങ്ങൾ? ഗാന്ധിജിയുടെ തലയൊന്നും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞവരല്ലേ? ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞവരല്ലേ? ഗാന്ധിജി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പറഞ്ഞതല്ലേ? മഹാത്മാഗാന്ധിയെ എന്നും അപമാനിച്ചവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് അവകാശം? പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. അല്ല, കഴിഞ്ഞുവോ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു നിർത്തിയെങ്കിൽ യെസ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ നിലപാടുകളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അല്ലാതെ അത് ഒരു എന്താണ് പറയുക, അണിയറയ്ക്കുള്ളിൽ വെച്ച രഹസ്യമൊന്നുമല്ലാതെ അത് വളരെ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളവരെ എല്ലാം വെടിവെച്ചു കൊല്ലുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ മഹാത്മാഗാന്ധിയെ, അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരുച്ചരിക്കാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശമില്ലെന്ന് പറയുന്ന ശ്രീ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. ഈ മഹാത്മാഗാന്ധി, ഞാൻ ഗാന്ധിജി കുടുംബം എന്ന് പറഞ്ഞില്ല, ഗാന്ധി കുടുംബം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്ന മഹാത്മാഗാന്ധി രാജ്യത്ത് ബ്രിട്ടീഷുകാരനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇഞ്ചോടിഞ്ച് നിന്ന് പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ, RSSന്റെ നേതാക്കൾ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ആ സമരമുഖത്തൊന്നും മാറി നിന്ന് അവർ അനുവദിച്ച മുഴുവൻ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചവരാണ് RSSകാർ. ആ RSSകാരാണോ, ആ RSSന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഗോപാലകൃഷ്ണനാണോ മഹാത്മാഗാന്ധിയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ ഇത്രയേറെ ആക്രോശം കൊള്ളുന്നത്, ഇത്രയേറെ അസഹിഷ്ണുത കാണിക്കുന്നത്? ഒരസഹിഷ്ണുതയും ഗോപാലകൃഷ്ണൻ ഈ മഹാത്മാഗാന്ധിയുടെ പേര് കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. താങ്കൾക്ക് അതിനൊരു അവകാശവുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. രഹസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. മഹാത്മാഗാന്ധിയെ പോലും കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ സുഖ സൗകര്യങ്ങൾ അവന്റെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക്, കേരളത്തിലെ അഴിമതി കൂടി കേരളത്തിൽ BJPയുടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തയ്യാറാക്കാൻ പോകുന്ന 2019 മുൻനിർത്തിയുള്ള നീക്കങ്ങൾ കൂടി നമുക്കിത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് എല്ലാ നീക്കങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ഉദാഹരണം തെന്നിന്ത്യയിലേക്ക് ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലും സമീപ ദിവസങ്ങളിലുണ്ടായ പല രീതിയിലുള്ള ഇടപെടലുകളും ചലനങ്ങളും ഒക്കെ നമ്മൾ നോക്കേണ്ടത് അവിടെ കാണുന്ന അല്ലെങ്കിൽ ഗുജറാത്തിൽ കണ്ടതിൻ്റെ നാളെ സംഭവിക്കാവുന്ന ഒരു ഉദാഹരണം ഒരുപക്ഷെ അതിൻ്റെ മുൻവിധിയോടുകൂടി നമ്മൾ എടുത്താൽ കൂടിയും അത് നാളെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, ഇടപെടലുകൾ. ആ ഇടപെടലുകൾ ഒരുപക്ഷെ കേരളത്തിലേക്കും വന്നേക്കാം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ. കാരണം 2019 ലക്ഷ്യം. അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ മഹാരാഷ്ട്ര അടക്കം UP അടക്കം 100% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെങ്കിൽ അത് ഉയരാനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല. ആ സ്ഥിതിക്ക് തെന്നിന്ത്യയിലെ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ BJPക്ക് മുന്നിലുള്ള വഴി. അതുകൊണ്ട് ഏത് രീതിയിലായാലും 2019 നമ്പർ അത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ ഈ സാഹചര്യങ്ങളൊക്കെ ഏത് രീതിയിൽ കാണേണ്ടി വരും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? നമ്മളിപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു അളവുകോലായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് ഓരോ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ അധികാരത്തിൽ വരുന്നത് മാത്രമാണ്. അതല്ല, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള റൂട്ടുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ ഇടയിലുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ 35 വർഷക്കാലം ബംഗാൾ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലെന്നാണോ? അല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ തോൽവി മാത്രമല്ല, നമ്മൾ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യയിലെ ഈ പറയുന്ന BJP ഇപ്പോൾ പറഞ്ഞ അവർ പറയും 18 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു, ലോക്സഭ ഞങ്ങളുടെ കയ്യിൽ, രാജ്യസഭയിൽ ഒന്നാമത്തെ കക്ഷി, രാഷ്ട്രപതി കസേരയിൽ ഞങ്ങളുടെ ആൾ, ഉപരാഷ്ട്രപതി. ഇതൊക്കെ 54 വർഷക്കാലം ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നു. 2 അംഗം ഉണ്ടായിരുന്ന BJPക്ക് 88ആയി, അത് 113ആയി ഇപ്പോൾ വന്നു. ഇതിനൊക്കെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പൊതുവായ ധാരണയുണ്ടായിരുന്നു. എന്താ ധാരണ? നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ വെല്ലാൻ, അവരുടെ തന്ത്രജ്ഞതയെ വെല്ലാൻ, അവരുടെ ചാണക്യതന്ത്രത്തെ മറികടക്കാൻ ഇന്ത്യയിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലത്തോടുകൂടി അതങ്ങ് പോയല്ലോ. ഇന്നലത്തോടു പോയില്ലേ? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവനാഴിയിലെ അവസാനത്തെ ആയുധം എടുത്ത് പ്രയോഗിച്ചിട്ട് ഒരു അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസ് സുശക്തമായ ഒരു പ്രതിരോധ നില കെട്ടിപ്പടുത്തു എന്ന് മാത്രമല്ല, പ്രത്യാക്രമണം നടത്തി അവിടെ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മെസ്സേജാണ്. ഇവിടെ നരേന്ദ്രമോദിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല, അമിത്ഷായും ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ പത്രപരസ്യം വന്നല്ലോ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്. മാത്രമല്ല അദ്ദേഹം 2022 വരെയുള്ള അച്ചാരം വാങ്ങിച്ചിരിക്കുകയാണ്. 19 ഇത് കഴിയും. 22 വരെ വന്നെങ്കിലേ ഒരു ആധുനിക ഭാരതം കെട്ടിപ്പടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത 5 വർഷം കൂടെ എനിക്ക് തരണമെന്നുള്ള മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അപകടകരമായൊരു സ്ഥിതിവിഷയത്തോടെയാണ് രാജ്യം പോകുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് കുറേ കാലം എല്ലാവരെയും പറ്റിക്കാം, എല്ലാ കാലവും കുറേ പേരെയും പറ്റിക്കാം, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രധാനമന്ത്രി പറഞ്ഞത് ജനങ്ങൾക്ക് പ്രാവർത്തിയാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ പറഞ്ഞ 100 ദിവസത്തിനും 15 ലക്ഷം രൂപ സ്വിസ് ബാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്കുമെന്ന്. മാത്രമല്ല പെട്രോളിൻ്റെ വിലനിർണ്ണയാധികാരം പെട്രോളിയം കമ്പനിക്ക് കൊടുത്തു, അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡീസലിൻ്റെയും കൂടെ എടുത്ത് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല വളത്തിനടക്കമുള്ള സബ്സിഡി പിൻവലിച്ചു, ഗ്യാസിൻ്റെ സബ്സിഡി പിൻവലിച്ചു. മാത്രമാണോ, സാധാരണക്കാർ പൊറുതി മുട്ടുകയാണ് ഇവിടെ ജീവിക്കാൻ. 27 പ്രാവശ്യമാണ് ഗ്യാസിൻ്റെ വില കൂട്ടിയ മെസ്സേജ് ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ജനങ്ങൾ അനുഭവത്തിലൂടെ ഓരോന്ന് പഠിച്ചുകൊണ്ട് വരികയാണ്. കുറച്ചു കാലം ആളുകളെ പറ്റിക്കാം, എല്ലാ കാലവും എല്ലാവരെയും മനുഷ്യ സമൂഹത്തെ പറ്റിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ സവിശേഷ ബുദ്ധിയുള്ളവരാണല്ലോ മനുഷ്യർ. ഇനി കേരളത്തിലേക്ക് കൂടി ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് വന്നാൽ, കാരണം ഈ ദിനത്തിൽ അത് ടച്ച് ചെയ്യാൻ പോകുന്ന ശരിയല്ല, ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകളാണ്. കാരണം അഴിമതി വിഷയവുമായി ബന്ധപ്പെട്ട് BJP വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയിൽ ഇപ്പോഴിതാ ഒരു നടപടി, ഒരു മുൻ വക്താവിനെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അഴിമതി, കെടുകാര്യസ്ഥത അവിടെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ കേന്ദ്രീകരിച്ചും കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള പീഡന വാർത്തകൾ വരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങളും അഴിമതിയുടെ ഒക്കെ തന്നെ ഒരു പിടിയിലേക്ക് വരുമ്പോൾ 2019 കേരളത്തിലടക്കം 10 നമ്പരൊക്കെയാണ് ഇട്ടേക്കുന്നത്, 10 സീറ്റുകളെന്നൊക്കെയാണ് കണക്കിട്ട് പ്രചരണം നടത്തുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? 2019 നിങ്ങളുടെ ലക്ഷ്യം. അവിടെ ഒരു സീറ്റ് പോലും, ഉള്ള വോട്ട് പോലും പകുതിയാകുമോ എന്ന സംശയമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. പ്രതീക്ഷ ഇടയിൽ ഇടപെടരുത്. 10 സീറ്റല്ല പ്രതീക്ഷ, കേരളം ഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റ് നേടാൻ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും. ഇന്ത്യ മുഴുവൻ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. 54 വർഷം കോൺഗ്രസ് ജനങ്ങളെ പറ്റിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു കടക്കടാ പുറത്തെന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി പറഞ്ഞില്ലേ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന്. അതുപോലെ ജനം പറഞ്ഞു കടക്ക് പുറത്തെന്ന്. ഞങ്ങൾ നാളെ മോശമായി കാര്യങ്ങൾ ചെയ്താൽ ജനം ഞങ്ങളോടും പറയും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അഴിമതിയുടെ കറ പുരളാത്ത ഇടപെടലേ പ്ലീസ്, അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി, അതാണ് നരേന്ദ്രമോദി. നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉണ്ണിത്താനെ, ബഹുമാന്യനായ ഉണ്ണിത്താൻ ഉത്തരം പറയണം. എന്താണെന്നറിയോ, JMM കോഴ നമ്മൾ മറന്നിട്ടില്ല. മൻമോഹൻ സിംഗിന്റെ കാലത്ത് JMM കോഴ നടത്തി, അതിനു മുമ്പുള്ള കാലത്ത് JMM കോഴ നടത്തി പണം കൊണ്ട് പാർലമെന്റിൽ കുന്നുകൂടി ഇട്ടത് നമ്മൾ മറന്നോ? ഇല്ല. നിങ്ങളെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പം ശിവരാജനെ എങ്ങനെയാ കൊണ്ടുവന്നത്? നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നതാണോ? നിങ്ങൾ കുതിരക്കച്ചവടം നടത്തിക്കൊണ്ടുവന്നതല്ലേ? അതൊക്കെ വലിയ ജനാധിപത്യമാണ്. അതായത് കൊടിയ അഴിമതിയിൽ നിന്ന് വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന ആൾക്കെതിരെ മാത്രം നടപടി, അഴിമതി ചെയ്തവർക്കെതിരെ യാതൊരു നടപടിയുമില്ല. ജനം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. അവിടെ നിങ്ങൾ നിശ്ചയിക്കുന്ന അന്വേഷണ കമ്മീഷൻ പാർട്ടി അതാണോ നിയമവ്യവസ്ഥയിൽ? അല്ലെങ്കിൽ പറയുമ്പോ പൊരുത്തക്കേടുകൾ കൂടി സൂചിപ്പിച്ചു പോകണമല്ലോ. ഞാൻ പ്രജീഷ് 2-3 ഒരു മിനിറ്റ്
അല്ല, 2-3 ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് മറുപടി പറയാൻ സമയം തരണം. ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലനായ ഉണ്ണിത്താനോടാണ് പറഞ്ഞത്. ഉണ്ണിത്താന്റെ ഉഴുന്നുവടയും മസാല ദോശയും ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേരളത്തിലെ നാട്ടുകാർ. അതുകൊണ്ട് അതൊന്നും പോകണ്ട, അതിലേക്കൊന്നും നമ്മളത് പോകുന്നത് ഗുണകരമല്ല. ബഹുമാനീയനായ ആനി രാജയോട് പറയാനുള്ളത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് 9 അധിക ദിവസമായിട്ടില്ല. ബഹുമാനീയനായ ആനി രാജ RSSോ BJPയോ ജനസംഘമോ ബഹുമാനീയനായിട്ടുള്ള മഹാത്മാഗാന്ധിയെ പിന്നിൽ നിന്ന് കുത്തിയില്ല, കരി തേച്ചില്ല. ഞങ്ങൾ എന്നും ഗാന്ധിജിയോടൊപ്പം തന്നെയായിരുന്നു. പോട്ടെ, ഇനി നിങ്ങൾ പറഞ്ഞല്ലോ അഴിമതിയുടെ കാര്യം. ഏത് അഴിമതിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അഴിമതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പ്രജീഷിന് അറിയാമല്ലോ. ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്ത പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ തന്റെ ഉത്തരവാദിത്വം അഴിമതിക്ക് ഒരു വ്യാഖ്യാനം നൽകുകയല്ല. ഇവിടെ അരിയാഹാരം കഴിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അവിടെ സംഭവിച്ചത് ഒരു പാർട്ടി അവിടെ നടപടി വരെ എടുക്കുന്നു, അത് ബോധ്യപ്പെടുന്നു. കൊടുത്ത ആർക്കും അറിയാം, വാങ്ങിയ ആർക്കും കാര്യങ്ങളെല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്ന ഷാജസ്കറിയൊക്കെ ദിവസങ്ങളോളം അതിനെ ചുറ്റിപ്പറ്റി എഴുതിയതാണ്. ഇപ്പൊ നിങ്ങളുടെ വേറൊരു നേതാവിനെ കുറിച്ച് ദിവസം തോറും ആ റിപ്പോർട്ട് മറ്റ് വാർത്തയുമായി ബന്ധപ്പെട്ട് കോഴയുടെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊന്നുമല്ല, അവിടെ പാർട്ടി ഇതൊക്കെ ഇന്നിപ്പോൾ നടപടി അങ്ങനെയെങ്കിൽ സംഘടനാ സംവിധാനത്തില്ലെങ്കിൽ ഒരു നേതാവിനെതിരെ നടപടിയെടുക്കുന്നു. ഇതൊക്കെ ജനം കാണുന്നുണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ലാതെ അഴിമതിയുടെ പരിധി അല്ലെങ്കിൽ അത് ഏത് ഗണത്തിൽപ്പെടുന്നോ അതല്ല ചർച്ച. അല്ല, എം വി രാഘവൻ പുറത്തു പോയത്. അല്ല, ഞാൻ പ്രജേഷ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ചർച്ച അതല്ലല്ലോ. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം സംഘടനാ നടപടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ സംഘടനാ കാര്യം. ഇവിടെ എം വി രാഘവനെ പുറത്താക്കിയിട്ടില്ലേ? അതുപോലെ എത്ര ഗൗരി അമ്മയെ പുറത്താക്കിയിട്ടില്ലേ? എത്ര സംഭവം ഞാൻ പറയണോ? EMS നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് തോമസിന്റെ കാര്യവും ഞാൻ പറയണോ? അഴിമതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ പോകരുത്. ഇതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്ത. ഞാൻ മടങ്ങിയ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്ത, അതായത് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്ത്രപരമായ രീതിയിൽ അത് എനിക്ക് തോന്നുന്നു ഈ സംഘപരിവാറിന്റെ ഒരു നിലപാട് പോലെയാണ്. വസ്തുതകളിൽ നിന്ന് ഒരു പക്ഷേ ഒളിച്ചോടുന്നു. അങ്ങനെയാണോ തോന്നുന്നത് താങ്കൾക്ക്? അല്ല, ഗോപാലകൃഷ്ണൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന താങ്കൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അറിയണം. അറിയത്തില്ലേ പിന്നെ വേറെ വിഷയത്തിലേക്ക് പോകും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ മസാല ദോശയായിട്ട് എന്താ ബന്ധം, വടയായിട്ട് എന്താ ബന്ധം? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഉത്തരം അറിയാതെ വരുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് ഞങ്ങൾ മലയാളത്തിൽ പറയും. ഇപ്പൊ അതാ ഇപ്പൊ ഗോപാലകൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്ന ഏത് വിഷയത്തെക്കുറിച്ചോ ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് അറിയുന്നത് ഞാനുമായിട്ട് ചർച്ച ചെയ്യാം. അങ്ങ് വിളിച്ചോ ഏത് വിഷയത്തെക്കുറിച്ച് BJPയുടെ അഴിമതിയെ കുറിച്ച് ചോദിക്കുമ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതിനുശേഷമുള്ള അഴിമതിയല്ല പറയണ്ടേ. ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവിനെ കുമ്മനം രാജശേഖരൻ പുറത്താക്കി. അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചത് എന്തിനാ പുറത്താക്കിയത് ഞാൻ പറഞ്ഞോട്ട് ഗോപാലകൃഷ്ണൻ, നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടുന്നില്ല. ജനാധിപത്യ മര്യാദ അസഹിഷ്ണുത കാണിക്കാതെ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കാതെ. നിങ്ങൾ നരേന്ദ്രമോദി ആവരുത്, അമിത്ഷായും ആവരുത്, നിങ്ങൾ ഗോപാലകൃഷ്ണൻ ആവാൻ ശ്രമിക്കുക. എന്തിനാ നിങ്ങൾ ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തരും. നിങ്ങൾ പറഞ്ഞോ. ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ പഴയ ഒരു വക്താവിനെ, ഒരു സംസ്ഥാന സെക്രട്ടറിയെ ഇന്ന് കുമ്മനം രാജശേഖരൻ പുറത്താക്കി. എന്തിനാന്ന് അദ്ദേഹം ചോദിച്ചത് ഞങ്ങൾക്ക് അറിയേണ്ട ഉത്തരവ് അതാ. അതിന് ജാർഖണ്ഡ് മറ്റേ JMM കോഴയും അല്ലെങ്കിൽ മറ്റേ ഇതുമല്ല പറയേണ്ടത്. ഇതിന് അരി എത്ര എന്ന് ചോദിച്ചാൽ അരി ഇത്ര എന്ന് പറയണം, പയർ അഞ്ഞാഴി എന്ന് പറയരുത് ഗോപാലകൃഷ്ണൻ. അതല്ല ഉത്തരം. ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മുന്നണിക്ക് നേതൃത്വം ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞല്ലോ ശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കാർമ്മികത്വം വഹിക്കുന്ന വെള്ളാപ്പള്ളി ഒരു കാര്യം പറഞ്ഞു. BJPയിൽ കൈക്കൂലി വാങ്ങുന്നവരും വാങ്ങാത്തവരും തമ്മിലുള്ള അടിയല്ല ഇപ്പൊ നടക്കുന്നത്, കൈക്കൂലി കിട്ടാത്തവനും കിട്ടിയവനും തമ്മിലുള്ള അടിയാന്ന വെള്ളാപ്പള്ളി പറഞ്ഞ അങ്ങ് കണ്ടല്ലോ. അതാണ് സത്യം. കിട്ടിയവനും കിട്ടാത്തവനും തമ്മിൽ കിടന്ന് അടിക്കുക. ഇവിടെ കൈക്കൂലി വാങ്ങിച്ചു എന്ന ഒരു അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ആ റിപ്പോർട്ട് ചോർത്തിയവരുടെ പേരിൽ നടപടിയെടുത്തു, കൈക്കൂലി വാങ്ങിച്ചവരുടെ പേരിൽ നടപടിയില്ല. അഴിമതിയുടെ പരിധി നിശ്ചയിക്കുന്നത് ശരിയാണോ ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ മതി. അഴിമതിയുടെ നിർവചനം ഓരോരുത്തരും ഓരോ നിർവചനം. ഗവർണർ സമൺ എന്ന വാക്കിന്റെ അർത്ഥപ്പെട്ട് പരതുക. അതുപോലെ ഗോപാലകൃഷ്ണൻ ഒരു നിർവചനം പറഞ്ഞു. ഞങ്ങൾ അത് മാത്രം ചർച്ച ചെയ്യാം. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ വക്കീൽ കൂടിയാണല്ലോ. അതെ, ഒന്നുകിൽ
അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് അഴിമതി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യുന്ന മിസ്യൂസിനെയാണ് അഴിമതി എന്ന് പറയാ. അതുകൊണ്ടാണല്ലോ വിജിലൻസ് കേസ് ആ രീതിയിൽ നിൽക്കൂ. വിജിലൻസ് കേസ് അങ്ങനെയാണ്, അഴിമതിയല്ല. ഇത് പറ്റിക്കലോ തട്ടിപ്പൊക്കെ ആവാം, ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ നടപടിയെടുത്ത ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP അല്ലേ? ഏതെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ നടപടിയെടുത്താൽ കുമ്മനമാണ് ഈ വിനോദിനെ അവിടെ വെച്ചത്. കുമ്മനമാണ് ഈ നായരെ ഡൽഹിയിൽ വെച്ചിരിക്കുന്നത്. വി രാജേഷ് ഇപ്പോ കുറ്റക്കാരൻ, വി രാജേഷിനെ പുറത്താക്കില്ല. അതല്ല എന്റെ തമാശ. ഈ രാജേഷിനെ ഇപ്പൊ ചോർത്തിയെന്ന പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത്. വാർത്ത വെളിക്കൊണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് രാജേഷ് അല്ല തന്നെ, തന്നവർ വേറെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അതുപോലും കണ്ടെത്തിയിട്ടില്ല. പാവൻ രാജേഷ് ഞങ്ങളോട് സൗഹൃദം ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ ബലിയാടായിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല പ്രജീഷ്, ഞാൻ പറയട്ടെ ഒരു കാര്യം, പറയാൻ അനുവദിക്കോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. പ്രജീഷ്, കേൾക്കാം. പ്രജീഷ്, ഈ അഴിമതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തുകയോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുള്ളവരെ എല്ലാം ഞങ്ങൾ പുറത്താക്കിയില്ലേ? വിനോദിനെ ഞങ്ങൾ മാറ്റി നിർത്തിയില്ലേ? എത്ര ആളുകളെ ആ രീതിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ മാറ്റി നിർത്തിയില്ലേ? ഞാൻ വെല്ലുവിളിക്കുക, CPM മാറ്റി നിർത്തിയോ? തൃശ്ശൂരില് തേക്ക് മോഷ്ടിച്ചത് ഏരിയ സെക്രട്ടറി ആളുകളാ. തൃശ്ശൂരില് സ്വയം ഇതൊക്കെ അറിയാവുന്ന കേരളത്തിലുള്ള ചർച്ച ചെയ്ത് പല ചർച്ചകളും കണ്ട് ഇതിന്റെ റിപ്പോർട്ടും കണ്ട് ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ താങ്കൾ ഈ അഴിമതി നടത്തിയ ആരാണ്, അല്ലെങ്കിൽ അവരെ പുറത്താക്കി ഇവരെ പുറത്താക്കി, ഇതൊക്കെ ജനങ്ങൾ കൂടി കാണുന്നുണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. 2009 10 നമ്പറിലേക്കൊക്കെ നിങ്ങളുടെ പ്രവചനമൊക്കെ പോണ്ടേ? എന്നാ പിന്നെ അഴിമതി നടത്തിയ നിങ്ങൾ പറയും. എന്നാ നിങ്ങൾ പറഞ്ഞോ? അതിനാണല്ലോ ഇവിടെ ഒരു അന്വേഷണ ഏജൻസി ഉള്ളത്. അവിടേക്ക് പോകുന്നില്ലല്ലോ കാര്യങ്ങള്. നിങ്ങൾ പേര് പറയുന്നത് എന്റെ സുഹൃത്തെ, അന്വേഷണ കമ്മീഷനിൽ പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഉള്ളൂ. ആ ഒരാളുടെ പേരാണ് വിനോദ്. അയാളെ ഞങ്ങൾ മാറ്റി നിർത്തി. വേറൊരാളുടെ പേര് അന്വേഷണ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലില്ലേ? ആ റിപ്പോർട്ട് എടുത്ത് കാണിച്ചോ? ശ്രീമതി ആനി രാജ, അതായത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ചർച്ചയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് മതേതര ശക്തികൾ ഉണർന്നിനിയെങ്കിലും ഒരുപക്ഷെ ഈഗോയോ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാടെല്ലാം മാറ്റിവെച്ച് ഒരു മതേതര പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു അനിവാര്യത വന്നിരിക്കുന്നു. ആ രീതിയിൽ ചിന്തിച്ചാൽ, കാരണം ഇന്ന് നൽകുന്നത് ആ അർത്ഥത്തിലൂടെയുള്ള ഒരു സൂചനയാണ് ഭാവിയിലേക്കുള്ള. അങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ചകളിലേക്കെങ്കിലും മടിച്ചു നിൽക്കാതെ പോകേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ആ ഉത്തരത്തോടൊപ്പം എനിക്ക് തോന്നുന്നത് ഈ ഗോപാലകൃഷ്ണൻ ചരിത്ര പുസ്തകത്തിന്റെ ഒന്നിടവിട്ടുള്ള താളുകൾ മാത്രമേ വായിക്കാറുള്ളൂ എന്നാണ്. 1-ാം പേജ് വായിച്ചാൽ പിന്നെ 3-ാം പേജാണ് അദ്ദേഹം വായിക്കുന്നത് തോന്നുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആ ഒരു പ്രക്ഷോഭത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റപ്പെടുത്തിയാണ്. താങ്കൾ വായിക്കാതെ പോയ ചരിത്രത്തിന്റെ താളുകളിൽ ഉണ്ടായിരുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് ഇന്ത്യ മഹാരാജ്യം നേരിട്ട ഏറ്റവും വലിയ ഭീഷണി ജപ്പനീസ് ഫാസിസവും അതുപോലെ തന്നെ യൂറോപ്യൻ ഫാസിസം ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫാസിസ്റ്റ് ശക്തികളെയാണ് ആ ഘട്ടത്തിൽ ഒന്നിച്ചു നിന്ന് പോരടിച്ച് തോൽപ്പിക്കേണ്ടതെന്നൊരു നിലപാട് പാർട്ടി എടുത്തതുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത് കൊണ്ടാണ് അതിൽ വലിയൊരു പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിലേക്ക് വന്നില്ല എങ്കിൽ പോലും വ്യക്തികൾ ആ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം മറക്കാൻ സാധിക്കില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായികയായ അരുണ ആസഫ് അലി ദേശീയ മഹിളാ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ്. അവരടക്കം പങ്കെടുത്തു ആ സമരത്തിൽ. ആ ചരിത്രത്തെ ഒന്നും നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും അങ്ങ് ഗാന്ധി വിരോധികളാണെന്നുള്ള മുദ്ര കുത്താൻ ഗോപാലകൃഷ്ണ നിങ്ങൾക്ക് എന്തുകൊണ്ടും അതിനുള്ള അവകാശവുമില്ല, അതിന് താങ്കൾക്കാകുമില്ല. അതേ ഫാസിസമാണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് നമ്മളെല്ലാം ഗ്രസിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് എന്റെ പാർട്ടി CPI പറയുന്നത് ഇന്ന് ഈ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത് വിശാലമായ ഒരു സഖ്യമാണ്. മതേതര ജനാധിപത്യ പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒരു വിശാല സഖ്യം ആവശ്യമുണ്ട്. ഈ വലിയ ദുരന്തത്തെ, ഈ വലിയ അപകടത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനും ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ സംരക്ഷിക്കുന്നതിനും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് എന്ന്
1942 പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI പറയുന്നത്. ആ ദിശയിലാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളും പോകുന്നത്. അതൊരു പക്ഷേ ഗോപാലകൃഷ്ണന്റെ പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുക്കൽ വാങ്ങൽ മാത്രമൊന്നുമല്ല. ഈ ഒരാഴ്ചക്കകത്ത് ഹരിയാനയിൽ നടക്കുന്ന എന്താണ്? അത് കറപ്ഷന്റെ മറ്റൊരു മുഖമാണ്. പവർ ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് മ്ലേച്ഛ കുറ്റകൃത്യവും ചെയ്തവനെയും രക്ഷിച്ചു നിർത്തുന്ന ആ നടപടി എന്ന് പറയുന്ന അതൊരു കറപ്ഷനാണ്. പണം അടിക്കാം. തൃശ്ശൂരിന്റെ കാര്യം പറയുന്നു. പണം അടിക്കുന്നത്, അത് സൂക്ഷിച്ചു വെക്കുന്നത്, കള്ളനോട്ട് സൂക്ഷിച്ചു വെക്കുന്നത് അത് കുറ്റമല്ല. അത് വലിയൊരു പവിത്രമായ കാര്യമാണ് ഗോപാലകൃഷ്ണനെയും BJPയെയും സംബന്ധിച്ച്. പ്രജീഷ്, നമ്മൾ അറിയേണ്ടത്, താങ്കൾ സൂചിപ്പിച്ചു കേരളത്തിന്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം, കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. പക്ഷേ അതിനെ BJP എങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രീ ഉണ്ണിത്താനക്കടക്കം പറയുന്നത് പോലെ കൃത്യമായ മറുപടിയില്ല. അതൊരു പൊതു രീതിയായി, ഒരു നിലപാടായി ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വരുമ്പോൾ കൃത്യമായ മറുപടിയില്ല. അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ചരിത്രം പോലും ഒരുപക്ഷെ വളച്ചൊടിക്കപ്പെടുന്നു എന്നാണ് ശ്രീമതി ആനിരാജ പരിതപിച്ചത്. അല്ല, അത് നിങ്ങൾക്ക് തൃപ്തമായിട്ടുള്ള മറുപടി തരാനല്ലല്ലോ. മറുപടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ കൃത്യമായി അതിലൊരു നിലപാട്, തങ്ങളുടെ നിലപാട് നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ സമയക്കുറവാണ്. മിസ്റ്റർ പ്രജീഷ്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. മിണ്ടാതിരിക്കാതെ നിങ്ങൾ ഇടയിടയിൽ സംസാരിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. ആ ബഹുമാനപ്പെട്ട ആനിരാജയോട് ഒരു കാര്യം ആദ്യം ഞാൻ പറയട്ടെ. ആനിരാജ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹിറ്റ്ലർ പോയിട്ട് റഷ്യയിൽ ബോംബിട്ടപ്പോഴല്ലേ നിങ്ങൾ ജപ്പാൻ വലിയ വിഷമാണെന്ന് പറഞ്ഞത്? അതുവരെ ഹിറ്റ്ലർ റഷ്യയിൽ ബോംബിടാതിരുന്ന കാലം വരെ ആനിരാജയുടെ പാർട്ടി ആരുടെ കൂടെ ആയിരുന്നു? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഗാന്ധിജി എതിർത്തത്? 1947 ഓഗസ്റ്റ് 15 കരിദിനം പ്രഖ്യാപിച്ചില്ലേ? ഇന്ത്യ 18 വിഭജിക്കാൻ പറഞ്ഞില്ലേ? 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ ചൈനയുടെ കൂടെ ആയിരുന്നില്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ആയിരുന്നില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ജനാധിപത്യം പറയാൻ എന്ത് അവകാശം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിന്നിട്ടില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. കൊടുത്തുകൊണ്ട് അവൻ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തി നൽകിയ പ്രസ്ഥാനമാണ്. ഈ ഒരു മാന്യതയുടെ വിഷയമല്ല, ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ വിഷയമാണ്. രാഷ്ട്രീയത്തിന്റെ വിഷയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിലനിർത്തേണ്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ചകൾ അങ്ങനെ പോകത്തെ കൃത്യമായ മറുപടിയും കിട്ടാത്തതുകൊണ്ട് ദയവായി ഇടപെടുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ നേരത്തെ രാനിരാജ അടക്കം സൂചിപ്പിച്ച ഒരു ശുഭസൂചനയാണെങ്കിൽ, പക്ഷേ തർക്കങ്ങൾ ഒരുപക്ഷെ വീണ്ടും അവിടെയൊക്കെ ഒരു എടുക്കേണ്ട ഒരു തന്ത്രപരമായ നിലപാട് ഇനിയെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിനം ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കളയാതെ ഏതെങ്കിലും രീതിയിലൊരു നടപടികളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഓൾട്ടർനേറ്റീവോ അല്ലെങ്കിൽ വലിയ വിശാല സഖ്യം അല്ലെങ്കിൽ കൂടി യോജിക്കേണ്ട ഘട്ടങ്ങളിൽ മതേതര നിലപാടുമായി യോജിക്കാൻ കഴിയുന്നവരുമായിട്ടൊക്കെ യോജിച്ചൊരു വലിയൊരു ഐക്യത്തിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? ബീഹാറിൽ ഒരു മഹാസഖ്യം ഉണ്ടായത് നമ്മൾ വളരെ എനിക്ക് പറയാൻ നിങ്ങൾ സമയം തരണം. ബീഹാറില് ഈ മഹാസഖ്യം ഉണ്ടാക്കിയപ്പോൾ BJP അവിടെ ഒറ്റ നരേന്ദ്രമോദിക്ക് എതിരെയാണ് അവിടെ ഐക്യം ഉണ്ടാക്കിയത്. അത് വിജയം കണ്ടു. എത്ര കാർക്കശ്യത്തോടു കൂടിയാണ് ആ മൂവ്മെന്റിനെ നരേന്ദ്രമോദി പൊളിച്ചത്. ലോകത്തെ ഏകാധിപതികളുടെ എല്ലാം ചരിത്രം എടുത്തു. അത് ഹിറ്റ്ലറാകാം, മുസോളിനിയാകാം, സ്റ്റാലിനാകാം. അവർക്കെതിരെ ഉയർന്നു വരുന്ന വികാരങ്ങളെ അടിച്ചമർത്താൻ അവരേത് ഹീനമാർഗം ഉപയോഗിക്കും. അതാണ് ഇവിടെ ബീഹാറിൽ നമ്മൾ കണ്ടത്. ബീഹാറിലെ ആ മഹാസഖ്യം നരേന്ദ്രമോദിക്ക് ഒരു അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പൊളിക്കാൻ നിതീഷ് കുമാറിനെ അവർ കൈകാര്യം ചെയ്തു, നിതീഷ് കുമാറിനെ എതിർത്തു. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ആ മൂവ്മെന്റ് പൊളിച്ച നരേന്ദ്രമോദിക്കാണ് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ മഹാത്മാഗാന്ധിയെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക്
ഗോപാലകൃഷ്ണൻ പരമ ചതുർബലിയ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി വിടുന്നു. പക്ഷെ ആ മണ്ണിൽ, നരേന്ദ്രമോദിയുടെ മണ്ണിൽ ഇത് അമിത്ഷായ്ക്കും ബദലൊക്കെ സാധ്യമാവുന്നതാണോ? നല്ല ജനാധിപത്യത്തിന് നല്ല ബദൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി, അമിത്ഷാ അല്ലെങ്കിൽ അത്രയുള്ള BJP സംവിധാനത്തിന് ബദൽ ആവശ്യമാണ്. പക്ഷേ ഒരു ബദൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു നേതാവ് വേണം. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ബദലായി നിർത്താനായിട്ടുള്ള ഒരു നേതാവില്ല. ആ നേതാവില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളും തിരിച്ചറിവും ഉണ്ടാവും. അവിടെയാണ് പരിഹരിക്കപ്പെടുന്നത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ ഒരു 20 സെക്കൻഡിൽ മറുപടി. അല്ല, കോൺഗ്രസിന് നേതാവില്ലാന്നില്ല. കേനാവിന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പണ്ട് മുരളീധരൻ പറഞ്ഞ അലുമിനിയം പട്ടേലിനെ നേതാവാക്കിയിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. പക്ഷേ നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ പോൾ ഫോർട്ടിന്റെ കാര്യവും ഹിറ്റ്ലറിന്റെ കാര്യവും. അതിന്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. അതായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പേര് ചേർത്ത് നിങ്ങൾ പറ, എത്ര പ്രാവശ്യം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തു. പിന്നെ നിങ്ങൾ ഏത് സഖ്യം വേണേലും ഉണ്ടാക്കിക്കോളൂ, നരേന്ദ്രമോദിയെ തൊടാൻ പറ്റില്ല. ഇന്നലത്തെ കൈരളി ചാനലിലെ ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പിടിമുറുക്കി, ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ ഫാസിസത്തിന്റെ പേരിൽ നേരിടുകയെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര നിലപാടെടുത്തു. എത്ര അന്തസ്സായിട്ടാണ് ഞങ്ങൾ പെരുമാറിയത്. നിങ്ങൾ പറഞ്ഞത് എന്താ? പക്ഷെ ഇന്ദിരാഗാന്ധി ചെയ്തത് അതല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ ധ്വംസനം നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ ആളുകൾക്ക് ജനാധിപത്യത്തെ പറയാൻ ഒരു അവകാശമില്ല. ജനാധിപത്യം തൊട്ട് തീണ്ടാത്ത CPM-നും CPI-ക്കും അത് പറയാൻ അവകാശമില്ല. 3 ദിവസം ഒരു നടപടിയും സ്വീകരിക്കാതെ അനുവദിച്ച പാർട്ടിയുടെ ആളാണ് ഇത് പറയുന്നത്. എന്തൊരു എന്തായാലും ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, ഒപ്പം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീമതി ആനിരാജ, ഒപ്പം മാധ്യമപ്രവർത്തകൻ ഷൈൻസ് കറിയ, നന്ദി അറിയിക്കുന്നു.